മുംബൈ തീരത്ത് വെച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത അമേരിക്കയുടെ ഉപരോധമുള്ള 3 ഇറാൻ ബന്ധമുള്ള എണ്ണക്കപ്പലുകളിൽ ഒന്ന് പാകിസ്ഥാന്റെ സമുദ്രാതിർത്തിയിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയതായി റിപ്പോർട്ട്. മുംബൈ പോലീസിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുള്ളത്. പിടിച്ചെടുക്കപ്പെട്ട 3 കപ്പലുകളിൽ ഒന്നായ അസ്ഫാൾട്ട് സ്റ്റാർ ജനുവരി 20-നും 28-നുമിടയിൽ പാകിസ്ഥാന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ പ്രവേശിച്ചിരുന്നു. ജനുവരി 28-ന് ഏകദേശം 11 മണിക്കൂർ നേരം ഈ കപ്പൽ അതിന്റെ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം, VHF റേഡിയോ, മറ്റ് സെൻസറുകൾ എന്നിവ പൂർണ്ണമായും ഓഫ് ചെയ്തു. ഇതിലൂടെ കപ്പലിന്റെ ഐഡന്റിറ്റിയും ചലനങ്ങളും ഒളിപ്പിച്ചു വെച്ചതായാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സമുദ്രമേഖലയിൽ വെച്ച് മറ്റ് കപ്പലുകളായ സ്റ്റെല്ല റൂബി, അൽ ജാഫ്സിയ എന്നിവയിലേക്ക് ഈ കപ്പൽ നിയമവിരുദ്ധമായി ഇന്ധനവും ബിറ്റുമിനും കൈമാറിയതായി അന്വേഷണത്തിൽ തെളിഞ്ഞു. സുരക്ഷാ ഏജൻസികളെ കബളിപ്പിക്കുവാൻ കപ്പലുകൾ വ്യാജപ്പേരും തെറ്റായ ഐഡന്റിറ്റി ഡാറ്റയുമാണ് ഉപയോഗിച്ചിരുന്നത്. കപ്പലിലെ രേഖകളിൽ പലതും വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അസ്ഫാൾട്ട് സ്റ്റാറിലെ ക്യാപ്റ്റനെയും ഒരു ജീവനക്കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി ആദ്യവാരമാണ് മുംബൈ തീരത്തുനിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഈ കപ്പലുകളെ തടഞ്ഞത്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മറികടന്ന് എണ്ണക്കടത്ത് നടത്തുവാൻ ശ്രമിക്കുന്ന ഡാർക്ക് ഷിപ്പിംഗ് ശൃംഖലയുടെ ഭാഗമാണിതെന്നാണ് അധികൃതരുടെ നിഗമനം. പിടിയിലായ കപ്പലുകളുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് ഇറാന്റെ നാഷണൽ ഇറാനിയൻ ഓയിൽ കമ്പനി പ്രസ്താവിച്ചിട്ടുണ്ട്. റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തുവാൻ ഇന്ത്യ തീരുമാനിച്ചതിന് പിന്നാലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നികുതി അമേരിക്ക കുറച്ചിരുന്നു. ഇതിനു പിന്നാലെ സമുദ്രമേഖലയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയതിന്റെ ഫലമായാണ് ഈ സുപ്രധാന നീക്കം തടഞ്ഞത്. മുംബൈയിലെ യെല്ലോ ഗേറ്റ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.